Hi dears, welcome back. ഇന്ന് ഞാൻ ഒരു നവരാത്രി സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നവരാത്രിക്കും പിന്നെ പൂജ എടുത്തതിന് ശേഷമൊക്കെ നമുക്ക് പ്രസാദമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ കടലച്ചുണ്ടൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഹെൽത്തിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ചുണ്ടൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടല വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. 8 മണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. വെള്ളക്കടലയിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാം. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml-ൻ്റെയാണ്. കടല വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കടല നന്നായിട്ട് കുതിർന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വേണ്ടി വരില്ല. ഇത് കറി പോലെയല്ല, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന വെള്ളം നമുക്ക് കളയേണ്ടി വരും. അല്ലെങ്കിൽ വേറെ വല്ല കറിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ കുഴപ്പമില്ല. അപ്പം വെള്ളം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളത്തിന് ഉപ്പ് തോന്നുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടല വെന്ത് വരുമ്പോഴേക്ക് കറക്റ്റ് ഉപ്പായിരിക്കും. ഞാനൊരു 7 വിസിൽ വരുന്ന വരെയെങ്കിലും വേവിച്ചെടുക്കാൻ പോവുകയാണ്. വിസിലിൻ്റെ എണ്ണം നിങ്ങളുടെ കുക്കർ അനുസരിച്ചിരിക്കും കേട്ടോ. വെന്തുടഞ്ഞു പോകരുത്. കടല വേവിച്ചിട്ട് വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുണ്ടൽ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കുക. പാനിലോട്ട് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏത് എണ്ണ എടുത്താലും കുഴപ്പമില്ല. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഉഴുന്നുപരിപ്പൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരണം. ഇനി ഇതിലോട്ട് ഒരു വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ. അതിന് ശേഷം നമ്മൾ വെള്ളം തോർത്തി വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കിടക്കുന്ന വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഉപ്പ് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചുണ്ടൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രസാദമാണിത്. പൂജവയ്പ്പിന് ഇത് കൂടാതെ നമ്മൾ പായസവും തിരുമധുരവും അല്ലെങ്കിൽ പഞ്ചാമൃതവും ഒക്കെ തയ്യാറാക്കും. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് പ്രസാദമായിട്ട് മാത്രമല്ല, വ്രതം എടുക്കുന്ന ദിവസങ്ങളിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ആഹാരമാണ്. കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നല്ല പ്രോട്ടീൻ റിച്ചൊക്കെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.